ഹേമ വിളിക്കുന്നു. ഹലോ ഹേമേ. ചേച്ചി, ഒരു മാസമായി ഞാൻ തുണി വണ്ണം കുറയ്ക്കാൻ തന്നിട്ട് എന്ത് ചെയ്ത്? എന്നും കാലത്ത് ഞാൻ സ്റ്റേഡിയത്തിൽ ഓടാൻ വിടുപടി. വണ്ണം കുറയട്ടെ, ഞാൻ അങ്ങ് തരാം. ഈയടി തമാശ പറയല്ലേ, എനിക്ക് മാറിയിടാൻ വേറെ തുണിയില്ല. മാറിയിടാൻ തുണിയില്ലെങ്കിൽ നീ മറഞ്ഞിരിക്കും. എന്റെ പൊന്നു ഹേമേ, ഭർത്താവായിട്ട് ഞാൻ കട തുറന്നില്ല. നാളെ കട തുറന്നിട്ട് ഞാൻ അങ്ങ് തയ്ച്ചു തരാം. വെക്ക, ഞാൻ ഇപ്പൊ ഇച്ചിരി തിരക്കില്ല. ശരി. ഓ, ഈ വന്ന കാലത്ത് ആരാന്നേ തുണിയൊക്കെ തയ്ച്ചിട്ടിടുന്നത്? എല്ലാരും അങ്ങ് റെഡിമേഡാ. പക്ഷെ റെഡിമേഡ് മേടിച്ചാൽ നമ്മുടെ അറബി കൊണ്ടുവരും. കൈയുടെ നീളം ഒന്ന് കുറയ്ക്കണേ, കാലിന്റെ നീളം വെച്ചിട്ട് ഒന്ന് കൂട്ടണേ, ഷേപ്പ് ഒന്ന് അടിക്കണേ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പൈസ ചോദിക്കുമ്പോ ഓരോ നിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഒന്ന് കാണണം. സുമേച്ചി, നിങ്ങൾ എന്താ പരിപാടിയായി കാണിച്ചേ? നീ കണ്ടില്ലായിരുന്നോടാ? ഒന്നുകൂടെ കാണിക്കാം. ഹലോ കലാമണ്ഡലം തയ്യൽക്കാരി, നിങ്ങളുടെ പുളിച്ച രസം കാണിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്താ ഇന്ന് തയ്യൽക്കട തുറങ്ങാഞ്ഞത്? വെളുപ്പം കാലത്ത് ഞാൻ നിങ്ങളുടെ കടയുടെ തിണ്ണെ വന്ന് കിടക്കുക. വെളുപ്പം കാലത്തെ വന്നിട്ട് കടയുടെ തിണ്ണെ കിടക്ക. നീ എന്താ ദിനപത്രം? എന്താ ചേച്ചി തയ്യൽക്കട തുറക്കാൻ? പ്രകാശ, നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്? ഇന്ന് ഹർത്താലാണ്, അതാ കട തുറക്കാഞ്ഞത്. ഹർത്താലാണോ ചേച്ചി? എന്തിന്റെ ഹർത്താലാ ഇത്? എന്തിന്റെ ഹർത്താൽ? അല്ല, എന്തിന്റെ ഹർത്താലാണെന്ന്? അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരു കിടുക്ക ഹർത്താൽ നടത്തിയിട്ട് എത്ര നാളായി? അതിന് വേണ്ടിയിട്ടുള്ള ഹർത്താലാ ഇത്. എന്തോ ഞാൻ കാരണമൊന്നും എനിക്കറിയത്തില്ല. മൂത്തതിനെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത് താഴെയുള്ളതൊക്കെ. എന്നാ മൂത്ത മക്കൾക്ക് ഒരു ബോധം ഉണ്ടാവണം. എന്നെ കണ്ട് പഠിക്കാൻ താഴെ 2 ഉണ്ട്. എന്റെ അനിയൻ അനിയത്തിയും എന്തൊക്കെ ഒപ്പിച്ചെന്നാലും ഓരോ ഞാൻ കുറ്റം പറയില്ല. അന്നല്ലേ കണ്ട് പഠിക്കുന്നത്. അന്റെ അനുസരണക്കേട്, വിവരക്കേട്, കുരുത്തക്കേട്. അന്നെ പോലെ ഒന്നും ഉണ്ടായത് എന്റെ ഗതികേടും. ആ മക്കൾക്ക് ഉണ്ടായിരുന്ന ഒരു അനുസരണയും ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്കങ്ങനെ കണ്ട അത്ഭുതം തോന്നിപ്പോ. എന്റെ ഇൻഫ്ലുവൻസ് കാരണം ഒരിങ്ങനെയായി. ആ ഇളയതുങ്ങളെ ഞാനിങ്ങനെ അനുസരണയില് വളർത്തിയതാണ്. പക്ഷെ അന്നെ വീട്ടിൽ നിർത്തിയതാണ് എനിക്ക് പറ്റിയത്. എന്നെ വല്ല ഹോസ്റ്റലിക്കോ ബോർഡിങ്ങിക്കോ എന്നെ പറഞ്ഞയക്കണായിരുന്നു. ഏറ്റ തള്ള പറയണതൊന്നും കേൾക്കാത്ത മക്കളൊന്നും ഗതി പിടിച്ചിട്ടില്ല. മൂത്തതിനെ കണ്ട് പഠിച്ചാണ് വിറ്റാൾ ഇങ്ങനെ. മൂത്ത മക്കള് നല്ലതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബം നശിച്ചു പോകും. ഈ കണ്ട് പഠിക്കണ എന്റെ അനിയത്തിനെ കൊണ്ടുവന്നത് കണ്ടോ? സ്കൂളില് ഫസ്റ്റ് ആണ്. അനുസരണ ഉണ്ട്. പെറ്റ തള്ള പറഞ്ഞ എല്ലാം കേൾക്കും. വീട്ടില് പെറ്റ തള്ളനെ സഹായിക്കും. എന്നെ പ്രസവിച്ചിട്ടു എന്നല്ലാണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ട്. ഇത്ര വലിയ ട്രോഫി ഈ വീട്ടിലുണ്ടോ? ഈ കൊണ്ടുവന്നിട്ടുണ്ടോ? ചേച്ചിനെ കണ്ട് പഠിക്കരുത്. അമ്മ പറയണത് കേട്ട് പഠിച്ചിട്ടാണ് ഇങ്ങനെ മിടുക്കന്മാരായത്. കണ്ട് പഠിക്കണം ഈ എന്റെ ഇളയതുങ്ങളെ. എന്റെ സ്വഭാവമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. എന്റെ ഇളയതുങ്ങള് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോകുമ്പോ ഈ ഇവിടെ അങ്ങനെ ഇരിക്കണ്ടാവും, അണ്ണാക്കില് പിരി വെട്ടിയതുപോലെ. എത്ര വയസ്സിന് താഴെയാണ് അവറ്റുകള്. എന്റെ അനിയത്തിനെ ഈ കണ്ടു പഠിക്കും. പിന്നെ പുള്ളി വരുമ്പോ നിങ്ങളുടെ ചന്ത സ്വഭാവം ഇവിടെ കിടന്ന് കാണിക്കല്ലേ? അതെന്തിനാ മെമ്പർ എന്റെ മുഖത്ത് നോക്കി ചന്ത എന്ന് പറയണേ? ഇവര് നിപ്പുണ്ടല്ലോ. ഞാനാണോ ചന്ത? ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉറപ്പായി. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താണ്? ശാന്തിതീരം. ആ പേരിനോട് എന്തെങ്കിലും ഒന്ന് നീതി പുലർത്താവോ? വെറുതെ കിടന്ന് അലമ്പുണ്ടാക്കണം. പുള്ളി വരുമ്പോ മര്യാദയ്ക്ക് പഠിച്ചെടുക്കാൻ നോക്കണം. പുള്ളി വരട്ടെ, കാണിച്ചു കൊടുക്കാം എന്നത് എന്റെ കഴിവ്. പേടിച്ചു പോയല്ലോ. 1/2 കിലോ മീന്. ദൈവമേ, അയ്യോ. 2, 3. നല്ല നോക്കിയെടുക്കേ. നല്ല നോക്കിയതാണ്ട്. ഇത് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം ഇടുന്നു. അയ്യോ, അതൊന്ന് വാ വിളിച്ചിരിക്കണം. അത് അമ്മേനെ വിളിച്ചതാ എന്നെ പിടിച്ചപ്പോ. പിന്നെ അത് വായടച്ചിട്ടില്ല. അയ്യോ, താൻ എന്ത് വിചാരിച്ചു? ഞാൻ വെറും പാചകക്കാരിയാണെന്ന്. പിന്നെ നീ ആര്? എടോ മൈസൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നാക്ക് പഠിച്ചിട്ട് ഇറങ്ങണമായിരുന്നു കുഞ്ഞേ. ബിരുദാനന്തര ബിരുദം എടുത്തവളായി ഞാൻ. എന്നിട്ട് അവരറിഞ്ഞോ? എന്തോന്ന്? ഇതെടുത്തോണ്ട് വന്നിട്ട്. ഇത് എവിടുന്ന് ഇറങ്ങി വരുന്നടേ? ഞാൻ ഈ കടയിൽ നിന്ന് ഇറങ്ങി വന്ന്. അതേടി, ഇത്രയും പോപ്പുലറായ ഞാൻ എവിടെ കിടക്കുന്നു? താൻ എവിടെ കിടക്കുന്നു? ഞാൻ ഈ കടയിൽ കിടക്കുന്നു, നീ ആ കടയിൽ കിടക്കുന്നു. നീ ഒന്ന് മനസ്സ് വെച്ചാൽ. സുന്ദരിയായ യുവതിയുടെ മുഖത്ത് നോക്കി കിടക്കാൻ വിളിക്കുന്നേ. അയ്യോ, എവിടെ ഇങ്ങോട്ട് മാറിയുന്നേ? എവിടെ ഗിരിജേ? എന്തോന്ന്? സുന്ദരിയായ പെണ്ണ് ഞാൻ തന്നെ അമ്മേ. ഒറ്റ കീറ് വെച്ചെന്നുണ്ടല്ലോ. തമാശക്കൊക്കെ ഒരു പരിധിയില്ല പെണ്ണെ. ആ തള്ളയ്ക്ക് പോലും മനസ്സിലായി നീ സുന്ദരിയല്ലെന്ന്.
കിണിക്കല്ലേ കിണിക്കല്ലേ എന്റെ അവലോസ് ഉണ്ട കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ആ കഴിച്ചില്ലെങ്കിൽ താനിങ്ങനെ ചിരിക്കില്ലായിരുന്നു. അപ്പൊ നിന്റെ അവലോസുണ്ട കഴിക്കുന്നവരെല്ലാം തട്ടി പോവാറുണ്ടോ? പോടാ. പോടാന്നാ എടി, കേരളത്തിൽ 500 തേങ്ങ ഒറ്റ ഇരിപ്പിന് വെട്ടി അരച്ചവനാടി ഞാൻ. നീ എന്റെ അര കണ്ടിട്ടുണ്ടോ? പട്ടാപ്പകല് സുന്ദരിയായ യുവതിയുടെ മുഖത്ത് നോക്കി അശ്ലീലം പറയുന്നേ. അയ്യോ, എവിടെ ഗിരിജേ? ആര്? ആ സുന്ദരിയായ പെണ്ണ്. ദാ മഴവില്ല് പോലെ വളഞ്ഞു നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നൃത്തഭാഷയുണ്ട്. എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ചേച്ചിക്ക് എന്ത് പറ്റി? സുഖമില്ലേ? ഞാൻ നൃത്തം ചെയ്യുമ്പോൾ അതൊന്നുകിൽ കണ്ടു പഠിക്കുക. നിനക്ക് നൃത്തത്തോട് താല്പര്യമില്ലെങ്കിൽ ഇറങ്ങി പൊക്കോണം, മനസ്സിലായില്ല? അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ താം തരികിടത്തൈ തൊത്തോ താങ്ക തരികിടത്തിത്തൈ എന്ന് ഞാൻ പറയാം, കേട്ടല്ലോ? ആ, കണ്ണുകൊണ്ടുള്ള അഭ്യാസമാണ് ഇവിടെ നടത്തുന്നത്, കേട്ടോ? വിടരും, കണ്ണുകൾ വിടരും. തത്തൈ തത്തൈ തളാങ്കൈ ഇറക്കി പോടാ എന്നാണ് അതിന്റെ ഭാഷാപ്രയോഗം. കണ്ണുകൾ കൊണ്ടാണ് ഇവിടെ നൃത്തം ചെയ്യുക, കണ്ണുകളാണ് നൃത്തം ചെയ്യുന്നത്. ബിജു ബിജു പൂർന്നെഴുതി വെച്ചിരിക്കുന്നു. അതെ, ഞാൻ പാവപ്പെട്ടവളാണ്, നീയും പാവപ്പെട്ടവനാണ്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ദേശത്തിലേക്ക് നീ വരും. മലയാളത്തിൽ പറയാം, അല്ലെങ്കിൽ നീ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഭാഷ പറയണം. ഇതിപ്പോ തിരുവനന്തപുരവും അല്ല, കാസർഗോഡും അല്ല, തമിഴാണോ അതുമല്ല, ഹിന്ദിയാണോ അതുമല്ല, തെലുങ്കാണ്. എന്റെ കൊച്ചു സ്കൂളിൽ പോയിരുന്ന അറബിയാ പറയുന്നത്, എന്നൊക്കെ പറഞ്ഞു. എന്റെ കുഞ്ഞിക്ക് ഞാൻ പറഞ്ഞ നല്ലോണം തിരിയുന്നുണ്ട്. നീക്ക് എന്താ തിരിയുന്നുണ്ട്? എന്താ തിരിയുന്നില്ല? അവർക്ക് തിരിയുന്നില്ല ഞാൻ പറഞ്ഞാലും. നിങ്ങൾ എന്റെ പയ്യ വന്നിട്ടല്ലേ നിങ്ങൾ എന്റെ മംഗലം കഴിച്ചത്? ഞാൻ നിങ്ങളെ പയ്യ വന്നില്ല. എന്റെ പയ്യ എന്നെ മംഗലം കഴിക്കും, എന്നെ മംഗലം കഴിക്കുന്നിട്ട് വന്നതല്ലേ ഞാൻ. വന്നിട്ട് എന്റെ വീട്ടിൽ ആരും അറിയാതെ ഇവരൊക്കെ കിഴിഞ്ഞിട്ട് പാഞ്ഞോളല്ലേ ഞാൻ. കിഴിഞ്ഞിട്ട് പാഞ്ഞ? ഞാനൊരു കാര്യം പറയാം, ഇവർ എന്നോട് എന്തെല്ലാം കളി പറഞ്ഞു. നിങ്ങൾ കളി പറഞ്ഞിട്ടല്ലേ മനുഷ്യ എന്നെ മംഗലം കഴിക്കും. എന്നോട് എന്തോ കളി പറഞ്ഞു? ആടെ വീടുണ്ട്, ഈടെ വീടുണ്ട്, തേങ്ങര മൂടുണ്ട്, ഒലക്കാണ്ട്, ലക്ഷപ്പുറം ഓർത്തും. എന്തൊരു ഭാഷയാടി ഇത്? എന്തൊരു ഭാഷ? എനിക്കാണിപ്പോ എന്റെ ഭാഷ പണ്ടിട്ട് കൊല്ല ഓർക്ക് എന്റെ ഭാഷ തിരിയുന്നില്ലല്ലോ, പിള്ളേരായി. എല്ലാവരും ഭാഷ അവർക്ക് അറിയണമെന്നില്ലല്ലോ. നിങ്ങൾ ഇന്ത്യൻ ഈ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാ? നമ്മുടെ മോക്കൊരു അനിയത്തി വേണ്ടേ? മറ്റൊരു കേറി നിൽക്കാനായി വീടില്ല. വീടില്ല വീടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. വീടുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുമെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ വാടകയ്ക്ക് വീടെടുക്കും, ഞാൻ കണക്ഷൻ തരാം. അയ്യോ, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് കണക്ഷൻ കൊടുക്കുന്നതിനും